മഹാരാഷ്ട്രയിലെ മുംബൈയിലെ ഔട്ടറിലെ വഡാല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു കഥ നടക്കുന്നത്. അന്ന് ജാനുവരി 12-ാം തീയതി ആയിരുന്നു. എന്നത്തെയും പോലെ ആ 12 വയസ്സുള്ള പയ്യൻ സ്കൂളിലൊക്കെ പോയി തിരിച്ച് വീട്ടിലോട്ട് എത്തിയതാണ്. വീട്ടിലോട്ടെത്തിയ അമ്മയുടെ അടുത്ത് ഞാൻ പുറത്ത് കളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പയ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ്. എന്നാൽ ഈവനിങ് ആയിട്ടും ആ ഒരു പയ്യൻ വീട്ടിലോട്ട് തിരിച്ചെത്തിയില്ല. നേരം വൈകി മകനെ കാണാത്തത് കൊണ്ട് അമ്മ പുറത്തിറങ്ങി മകൻ കളിക്കാറുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നോക്കുകയാണ്. അവിടെ ഒന്നും തന്നെ മകനെ കാണാനായിട്ട് സാധിച്ചില്ല. അതേപോലെ തന്നെ ആ പയ്യൻ്റെ പ്രായമുള്ള ബാക്കിയുള്ള പിള്ളേരുടെ അടുത്തും അതുപോലെ തന്നെ അവിടെ ഉള്ളവരുടെ അടുത്തൊക്കെ ആ ഒരു പയ്യനെ കുറിച്ച് ചോദിച്ചു. അവരൊന്നും തന്നെ അന്നത്തെ ദിവസം ആ ഒരു പയ്യനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ കൂടെ ആയപ്പോൾ ആ അമ്മാകപ്പാടെ പാനിക് ആവുകയാണ്. ഉടനെ തന്നെ തൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് വിവരം പറയുകയും ചെയ്തു, മകനെ കാണാനില്ല എന്നുള്ളത്. വിവരം അറിഞ്ഞ ആൾ ഉടനെ തന്നെ അങ്ങോട്ട് എത്തുകയാണ്. അതുപോലെ തന്നെ ആളും നാട്ടുകാരും എല്ലാവരും കൂടെയും ആ ഒരു പയ്യനെ അന്വേഷിച്ച് ഇറങ്ങുകയും ചെയ്തു. അവരുടെ റിലേറ്റീവ്സിൻ്റെ വീട്, അതുപോലെ തന്നെ ഈ ഒരു പയ്യൻ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ എല്ലായിടത്തും ആ ഒരു പയ്യനെ അവർ അന്വേഷിക്കുകയാണ്. അന്ന് രാത്രി മുഴുവൻ ആ ഒരു പയ്യനെ അന്വേഷിച്ചിട്ടും അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അന്നത്തെ ദിവസം പാതിരാത്രി തന്നെ അവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇതേപോലെ 12 വയസ്സുള്ള ഒരു പയ്യനെ കാണാനില്ല എന്നുള്ളൊരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുകയാണ്. പോലീസുകാർ ആ ഒരു ഏരിയയിൽ ഇതിന് മുൻപ് വല്ല മിസ്സിംഗ് കംപ്ലയിൻസോ വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കി. അങ്ങനെയുള്ള കംപ്ലയിൻസ് ഒന്നും തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ആ ഒരു വില്ലേജ് ഏരിയയിൽ നിന്നും വേറെ ആരെങ്കിലും ഈ പയ്യനെ കൂടാതെ മിസ്സിംഗ് ആയിട്ടുണ്ടോ എന്ന് കൂടെ അവർ ചെക്ക് ചെയ്യാണ്. അങ്ങനെ ആരും അവിടെ നിന്ന് കാണാതായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഗ്രാമത്തിലുള്ള ആളുകൾ ഈ ഒരു കൃത്യം ചെയ്തിട്ടുണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളൊരു നിഗമനത്തിലോട്ട് പോലീസുകാരെത്തുകയായിരുന്നു. അതുപോലെ തന്നെ പോലീസുകാരും ആ ഒരു സ്ഥലത്തെത്തിയിട്ട് ഈ കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിലും കാര്യങ്ങളൊക്കെ നടത്തി. എന്നാലും യാതൊരു ഫലവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസമായി. അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് ഒരു പലചരക്ക് കടയുണ്ട്. ആ പലചരക്ക് കടയുടെ ഓണർ പലചരക്ക് കടയൊക്കെ തുറന്നുകയായിട്ട് തലേ ദിവസത്തെ CCTV വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയായിരുന്നു. അപ്പോഴാണ് ആള് ഞെട്ടിക്കുന്ന ഒരു വിഷ്വൽ കണ്ടത്. അതായത് കാണാതായ ആ കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടി നടന്നു പോവുകയാണ്. ആളുടെ കൂടെ, അതായത് ആ കുട്ടിയുടെ കൂടെ ഒരാൾ കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വിഷ്വൽ കണ്ട അയാൾ ഉടനെ തന്നെ ഈ കുട്ടിയുടെ പാരൻസിനെയും നാട്ടുകാരെയും എല്ലാവരെയും ഈ ഒരു വിഷ്വൽ കാണിക്കുകയായിരുന്നു. ഉടനെ തന്നെ അയാളെ നാട്ടുകാർ പിടികൂടുകയും ചെയ്തു. പുറത്തു നിന്ന് അവിടെ ജോലിക്ക് വന്ന 39 വയസ്സുള്ള ബിപുൽ സിക്കാരി എന്ന് പറയുന്ന ഒരാളായിരുന്നു അത്. നാട്ടുകാർ അയാളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. ആളുടെ ദേഹത്തു നിന്നൊക്കെ ചോര വരുന്നുണ്ടായിരുന്നു. ചെളിയൊക്കെ പുരണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്താണ് പോലീസുകാരെ ഇവർ വിവരം അറിയിക്കുന്നതും പോലീസുകാരെത്തി അയാളെ കൂട്ടിക്കൊണ്ടു പോകുന്നതും. അതിനിടയിൽ പോലീസുകാർ ഇയാളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബിപുൽ സിക്കാരി പോലീസിനോട് പറഞ്ഞെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ശരിയാണ്, ഇന്നലെ ഞാൻ ആ ഒരു പയ്യനെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ പയ്യൻ ഇതേപോലെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ബിസ്ക്കറ്റ് വാങ്ങിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ ആ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അതിനുശേഷം ആ പയ്യനെ കൂടെ ഞാനും കൂടെ അങ്ങോട്ട് പോയി അവിടെ നിന്നൊരു ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുത്തു. അതിനുശേഷം ഞാൻ പിന്നെ കള്ളുഷാപ്പിലോട്ടാണ് പോയത് മദ്യപിക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ പയ്യനാണെന്നുണ്ടെങ്കിൽ തിരിച്ചെങ്ങോട്ടോ പോയി, എനിക്കറിയില്ല എന്നുള്ളൊരു രീതിയിലാണ് ഇയാൾ പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഒരു പയ്യൻ എങ്ങോട്ടാണ് പോയത്? പോലീസുകാർ ഈ ഒരു കേസ് എങ്ങനെയാണ് അന്വേഷിച്ചത്? ആ പയ്യനെ കണ്ടെത്തിയോ ഇല്ലയോ? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. അങ്ങനെ ബിപുൽ സിക്കാരി പോലീസുകാരുടെ അടുത്ത് കയ്യും കാലും മുഖമൊക്കെ ഒന്ന് കഴുകണം എന്ന് പറയുകയാണ്. ഇയാളുടെ ദേഹത്തൊക്കെ ചോര ഉണ്ടായിരുന്നു, അതേപോലെ ചെളിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളുകളൊക്കെ നല്ല രീതിയിൽ പെരുമാറിയത് കൊണ്ട് തന്നെ. അപ്പോൾ പോലീസുകാരും ജസ്റ്റ് കയ്യും കാലും എല്ലാം കഴുകിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ആൾ കയ്യും കാലമൊക്കെ കഴുകുന്നതിൻ്റെ ഇടയിൽ പോലീസിൻ്റെ ശ്രദ്ധയൊന്ന് പാളി. അതിനിടയിൽ ആളവിടെ നിന്ന് ചാടി ഓടി രക്ഷപ്പെടുകയായിരുന്നു. പോലീസുകാർ വിവരം അറിഞ്ഞ ആളുടെ പിന്നാലെ ഓടി. എന്നാലും ആളെ പിടികൂടാനായിട്ട് സാധിച്ചില്ല. അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് കണ്ടൽക്കാടുകൾ ഉണ്ടായിരുന്നു, മാംഗ്രൂവ് ഫോറസ്റ്റ്. അതിൻ്റെ ഇടയിലോട്ടാണ് ആൾ പോയത്. അങ്ങനെ പോലീസുകാർ ആ ഒരു ഏരിയ മുഴുവനായിട്ട് അരിച്ചു പറക്കുകയാണ്. എന്നാൽ അതിൻ്റെ ഉള്ളിൽ ഒളിച്ചു നിന്ന് അയാളെ കണ്ടെത്താനായിട്ട് പോലീസിനെ കൊണ്ട് സാധിച്ചില്ല. ആ സെർച്ച് ദിവസങ്ങളോളം നീണ്ടു നിന്നു. എന്നാൽ ആ സമയം കൊണ്ട് അയാൾ അവിടെ നിന്നും എസ്കേപ്പ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങളായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം, അതായത് മാർച്ച് 5-ാം തീയതി, ഒരാളെന്നത്തെയും പോലെ രാവിലെ തന്നെ ആ ഒരു മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ ഇടയിലൂടെ മീൻ പിടിക്കാനായിട്ട് പോയതായിരുന്നു. ആൾ തൻ്റെ വള്ളത്തിൽ ഇങ്ങനെ മീൻ പിടിക്കാനായിട്ട് പോകുന്നതിൻ്റെ ഇടയിൽ അകലെ ദൂരെ ഒരു കൈ പോലെ എന്തോ ഒന്ന് പൊങ്ങി നിൽക്കുന്നത് ആളുടെ ശ്രദ്ധയിൽ വിടുകയാണ്. അപ്പോൾ ആൾ അതിൻ്റെ അടുത്തോട്ട് പോയി, ഒരു ക്യൂരിയോസിറ്റി കാരണം അതിൻ്റെ അടുത്ത് പോയി നോക്കിയപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ ഒരു കാഴ്ച ആൾ കാണുന്നത്. അത് ഒരു പയ്യൻ്റെ കൈയായിരുന്നു, അതായത് ഒരു കുഞ്ഞിൻ്റെ കൈയായിരുന്നു അത്. മനുഷ്യൻ്റെ കൈയാണെന്ന് മനസ്സിലാക്കി അയാൾ ഉടനെ തന്നെ കരയിലോട്ട് പോയിട്ട് ആളുകളുടെ അടുത്തും മറ്റൊക്കെ ഒരു വിവരം പറയുകയാണ്. ഉടനെ തന്നെ അവർ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. പോലീസുകാർ സ്ഥലത്തോട്ടെത്തി നോക്കുമ്പോൾ ഒരു ഫ്ലെക്സിൽ പൊതിഞ്ഞ നിലയിൽ ഒരു മൃതദേഹം അവിടെ കിടക്കുന്നുണ്ട്. ആ മൃതദേഹത്തിൻ്റെ കൈ മാത്രം മുകളിലോട്ട് വന്ന കാഴ്ചയായിരുന്നു ആൾ കണ്ടത്.
അപ്പോൾ ആ ഒരു ബോഡി റിക്കവർ ചെയ്യുകയാണ് പോലീസുകാർ. അപ്പോൾ അതൊരു 10നും 15നും ഇടയിൽ പ്രായമുള്ള ഒരു പയ്യൻ്റേതാണെന്ന് അവർക്ക് മനസ്സിലായി. അതുപോലെ തന്നെ 1-2 മാസങ്ങൾക്ക് മുൻപ് ഒരു മിസ്സിംഗ് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ആ പയ്യൻ്റെ ബോഡി തന്നെയാണെന്ന് കൺഫേം ആവുകയും ചെയ്തു. പയ്യൻ്റെ ബോഡി കിട്ടിയതിന് ശേഷം കൂടുതൽ കാര്യക്ഷമമായിട്ട് ഈ ഒരു ബിബുൽ ശിക്കാരിയെ പോലീസുകാർ അന്വേഷിച്ചുവെങ്കിലും അയാളെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. പിന്നെ പതിയെ ഈ ഒരു കേസിൻ്റെ ആ ഒരു ചൂട് കുറയുകയാണ്. ഇതൊരു കോൾഡ് കേസ് പോലെ ഇങ്ങനെ മാറി നിൽക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞു. അപ്പോഴാണ് പുതിയൊരു DSP ചാർജ് എടുക്കുന്നത്. ആള് പഴയ കേസുകൾ കാര്യങ്ങൾ തെളിയാതെ കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു കേസ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ വിടുന്നത്. ഈ ഒരു ബിബുൽ ശിക്കാരി എവിടെ, ഈ ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തിയിട്ട് ആൾ എങ്ങോട്ട് പോയി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇയാളുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. അങ്ങനെ ആ ഒരു കേസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാനായിട്ട് ആ ഒരു ഓഫീസർ തീരുമാനിക്കുകയാണ്. പോലീസുകാർ അങ്ങനെ അന്വേഷിച്ചപ്പോൾ ആ ഗ്രാമത്തിൽ ആളുടെ കൂടെ വേറെ ഒരാൾ കൂടെ താമസിച്ചിരുന്നു. അങ്ങനെ അയാളെ പോലീസുകാരെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഈ ഒരു ബിബുൽ ശിക്കാരിയെ കുറിച്ചിട്ട് കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല. ആൾ വെസ്റ്റ് ബംഗാളിൽ സോനാഗച്ചിയിൽ ഒരു പിമ്പായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത് എന്നുള്ള കാര്യം മാത്രമേ എനിക്ക് അറിയുള്ളൂ. ഇവിടെ വന്നിട്ടും ആൾ ഈ പിമ്പിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നോക്കി, അതും ആൾ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇത് അവിടുത്തെ അത്ര വലിയൊരു രീതിയിൽ ആൾക്ക് ഇവിടെ അത് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ആൾ വാച്ച്മാനായിട്ടുള്ള ഒരു ജോലിക്ക് പോയതെന്നും എന്നാൽ ആൾ വാച്ച്മാനായിട്ട് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആൾ മോഷണങ്ങൾ നടത്തിയിരുന്നതായിട്ട് ഇയാൾ പറയുകയാണ്. അതായത് ആൾ വാച്ച്മാനായിട്ട് ജോലിക്ക് പോകും, അല്ലാത്ത സമയങ്ങളിൽ ആൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ സൈറ്റുകളിലും മറ്റുമൊക്കെ പോയിട്ട് കമ്പി അതുപോലെ തന്നെ വയർ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ മോഷ്ടിച്ചിട്ട് മറിച്ചു വെക്കും. ചെറിയ രീതിയിലുള്ള മോഷണമൊന്നുമല്ല, ഒരു ദിവസം 2000-3000 രൂപയുടെ സാധനങ്ങളൊക്കെ ആൾ മോഷ്ടിക്കാറുണ്ടായിരുന്നതായിട്ടും ഇയാളുടെ കൂടെ റൂമിലുണ്ടായിരുന്ന ആൾ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ പോലീസിന് ഒരു ലീഡ് കിട്ടുകയാണ്. അങ്ങനെ ഒരു പോലീസ് ടീം വെസ്റ്റ് ബംഗാളിലെ സോനാഗച്ചിയിലോട്ട് പോവുകയാണ്. അവിടെ എത്തി അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ ഇതേപോലെ തന്നെ ഇയാളുടെ കുറിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ അന്വേഷിച്ചു. ഇയാളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തപ്പോഴാണ് ഞെട്ടിക്കുന്ന പല കാര്യങ്ങൾ പോലീസിന് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ആള് ജസ്റ്റ് അവിടെ ഒരു കൊലപാതകം ചെയ്ത് മുങ്ങിയ ഒരാളായിരുന്നില്ല, ഇവിടെ 2 കൊലപാതകമൊക്കെ ചെയ്ത് ജയിലിൽ പോയിട്ട് മുങ്ങിയ ഒരാളായിരുന്നു. അപ്പോൾ തങ്ങൾ അന്വേഷിക്കുന്നത് ഒരു സീരിയൽ കില്ലറിനെയാണെന്ന് പോലീസിന് മനസ്സിലാവുകയാണ്. ഏപ്രിൽ 2012 ആ ഒരു കൊലപാതകം നടത്തിയ ആൾ ജയിലിലോട്ട് പോയത്. അതായത് ആ ഒരു കേസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ വൈഫിനെയും അതുപോലെ തന്നെ വൈഫിൻ്റെ മകളെയുമാണ് കൊലപ്പെടുത്തിയത്. അപ്പോൾ ഇയാൾ വിവാഹം കഴിക്കുന്ന സമയത്ത് തന്നെ ആ വൈഫിന് അതിൻ്റെ മുന്നത്തെ ബന്ധത്തിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ലൈഫിന് ആ ഒരു കുഞ്ഞൊരു ബുദ്ധിമുട്ടാണ് എന്ന് തോന്നിയ സമയത്ത് ഇയാൾ ആ ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ ഈ ഒരു വിവരം അറിഞ്ഞ ഈ സ്ത്രീ ഒച്ചവെക്കാനും അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകളോട് പറയാനൊക്കെ തുടങ്ങുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ ആയപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വളരെ ക്രൂരമായി ആ ഒരു സ്ത്രീയെയും ഇയാൾ കൊലപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ 2 കൊലപാതകങ്ങൾ നടത്തി ആൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ആൾ പോലീസിൻ്റെ പിടിയിലാവുകയായിരുന്നു. പിന്നീട് ആൾ ജയിലിലായിരുന്നു കുറച്ച് നാൾ. അങ്ങനെ ഇരിക്കെ 2016 ആയപ്പോൾ ഇയാൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചതായിട്ട് കോടതി വിധിയും കാര്യങ്ങളൊക്കെ വരികയാണ്. എന്നാൽ അതിനിടയിൽ ആൾക്ക് പരോള് കിട്ടി ആൾ പുറത്ത് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇറങ്ങിയ ടൈമിൽ ആൾ പോലീസിൻ്റെയും മറ്റും കണ്ണുവെട്ടിച്ച് ആ ഒരു നാട് വിട്ട് തന്നെ പോവുകയായിരുന്നു. ആ ഒരു ഏരിയ മുഴുവൻ ആളുടെ പേരിൽ അലേർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇയാളെക്കുറിച്ച് ഇങ്ങനെ കൂടുതലായിട്ട് വീണ്ടും അന്വേഷിച്ചപ്പോൾ ഇയാൾ പിമ്പായിട്ട് സോനാഗച്ചിയിൽ മാത്രമല്ല മുംബൈയിൽ അതുപോലെ തന്നെ ഡൽഹിയിൽ തുടങ്ങിയിട്ട് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും പിമ്പായിട്ട് ആൾ വർക്ക് ചെയ്തിരുന്നതായിട്ട് പോലീസിന് മനസ്സിലാവുകയാണ്. പോലീസുകാർ നോക്കുമ്പോൾ ഇയാൾക്ക് ഈ ഒരു ബിസിനസ് നടത്തിയിരുന്നത് കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇയാൾ അവിടെ നിന്ന് ആ ഒരു കൊലപാതകമൊക്കെ നടത്തി ഈ ജാമ്യത്തിന് ഇറങ്ങി മുങ്ങിയ ടൈമിൽ നേരെ മുംബൈയിലോട്ട് വരുന്നത്. ഇവിടെ അയാളുടെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ ത്രൂ വേറൊരാളെ പരിചയപ്പെടുകയാണ്. അങ്ങനെയാണ് ആൾ ആ ഒരു റൂമിലോട്ട് എത്തിയതും പിന്നീട് വാച്ച്മാൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു വന്നിരുന്നതും അതിനിടയിലൂടെ ഇങ്ങനെ മോഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നതും. അപ്പോൾ ഇയാൾ വലിയൊരു കുറ്റവാളിയാണെന്ന് പോലീസുകാർ മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ക്രൈമുകൾ വീണ്ടും ആൾ ചെയ്യാനുള്ള സാധ്യതകളും തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ഇന്ത്യ മുഴുവൻ ഇയാൾക്കെതിരെ അലേർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ റെഡ് ലൈറ്റ് ഏരിയാസിൽ കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിട്ട് പോലീസുകാർ തേടുകയാണ്. അതിനോടൊപ്പം തന്നെ ആ ഏരിയകളിൽ ഉള്ള ആളുകളുണ്ടല്ലോ, ഇയാളുമായിട്ട് മുൻപ് കണക്ഷൻ ഉണ്ടായിരുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളെല്ലാവരെയും പോലീസുകാർ ഇതേപോലെ തന്നെ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. അവരുടെ ഫോണും കാര്യങ്ങളും എല്ലാം തന്നെ പോലീസുകാർ ട്രാക്ക് ചെയ്യാറുണ്ടായിരുന്നതായിട്ടും പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇയാളുടെ ഫാമിലി മെമ്പേഴ്സ്, അതേപോലെ ഇയാളുടെ ഫ്രണ്ട്സ് ആയിട്ട് പറയുന്ന ആളുകൾ, ഇവരുടെ എല്ലാവരുടെയും ഫോണുകളും കാര്യങ്ങളൊക്കെ പോലീസുകാർ നിരീക്ഷിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഗാൾസ്റ്റീൻ ബാസ്റ്റൺ റോഡിൽ ആളുള്ളതായിട്ടുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. അതായത് ഡൽഹിയിലെ GB റോഡ്, അത് ഇതേപോലെ തന്നെ ഒരു റെഡ് ലൈറ്റ് ഏരിയ ആണല്ലോ. അപ്പോൾ അവിടെ ആളുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുകയാണ്. അങ്ങനെ പോലീസുകാർ അയാളെ അരിച്ചു പറക്കുകയാണ്. അവസാനം അയാളെ അവിടെ നിന്ന് പിടികൂടാനും പോലീസിനെ കൊണ്ട് സാധിച്ചു. അതിനുശേഷം ആളെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യനിങ്ങിന് വേണ്ടിയിട്ട് മുംബൈയിലോട്ട് കൊണ്ടുവരികയായിരുന്നു.
മുംബൈയിലെത്തി പോലീസുകാർ ആളെ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ പല ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തു വരികയാണ്. ആദ്യം തന്നെ അയാൾ സമ്മതിച്ചൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒരു 12 വയസ്സുള്ള പയ്യനുണ്ടല്ലോ, ആ പയ്യനെ അയാൾ കൊലപ്പെടുത്തിയതാണെന്നുള്ളത് തന്നെയാണ്. ആ പയ്യനെ ഇതേപോലെ തന്നെ അതും വാങ്ങിച്ചിരാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോയി വളരെ ക്രൂരമായി പീഡിപ്പിച്ചിട്ടായിരുന്നു ആ പയ്യനെ കൊലപ്പെടുത്തിയത്. പോലീസിന് മനസ്സിലായി ഇയാൾ ഓൾറെഡി 3 കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട്, 3 സമ്മതിച്ചിട്ടുമുണ്ട്. സോ ഈ 3 ഒതുങ്ങാനുള്ള സാധ്യതയില്ല. ഇതിൽ കൂടുതൽ കൊലപാതകങ്ങൾ ആൾ ചെയ്തിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇയാളുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പോലീസുകാർ ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അപ്പോഴാണ് മറ്റൊരു കൊലപാതകത്തിൻ്റെയും വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. അത് നടക്കുന്നത് 2023 ഡിസംബറിലാണ്. അതായത് ഇയാൾ ജാമ്യത്തിലിറങ്ങി മുങ്ങിയതിന് ശേഷം ഈ ഒരു കൊലപാതകം നടത്തുന്നതിന് മുൻപ് 2024 മറ്റേ കൊലപാതകം നടത്തിയത്. അപ്പോൾ അതിന് മുൻപ് ഒരു കൊലപാതകം ആൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഇയാൾ മുംബൈയിലെത്തി, അതേപോലെ തന്നെ കുറച്ച് പഴയ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവർ ത്രൂ വേറെ ആളുകളൊക്കെ കണക്ട് ചെയ്ത് അതിനുശേഷം അവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ അതിലൊരാളായിട്ട് ഇയാൾ ഭയങ്കര ക്ലോസ് ആവുകയാണ്. സ്ഥിരമായിട്ട് വെള്ളടിക്കാനും അങ്ങനെയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ അവർ തമ്മിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇയാളുടെ ഒരുപാട് രഹസ്യങ്ങളും ആൾക്കറിയായിരുന്നു. അതായത് ഇയാൾ ഇതേപോലെ തന്നെ വെസ്റ്റ് ബംഗാളിൽ ഒരു കൊലപാതകവും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ജാമ്യത്തിലിറങ്ങി മുങ്ങിയതാണെന്നുള്ളത് ഇയാൾക്കറിയായിരുന്നു. അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവരിങ്ങനെ ഇരുന്ന് വെള്ളമടിക്കുന്നതിൻ്റെ ഇടയിൽ ഇവർക്കിടയിൽ പ്രശ്നം ഉണ്ടാവുകയാണ്. ഇവർക്കിടയിൽ പ്രശ്നം ഉണ്ടായ സമയത്ത് ഈ ബിബുലിൻ്റെ കൂട്ടുകാരനുണ്ടല്ലോ, ആൾ പറഞ്ഞു, നീ അടങ്ങി ഒതുങ്ങി മിണ്ടാണ്ടിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. കൂടുതൽ കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ജാമ്യത്തിലിറങ്ങി മുങ്ങി നടക്കുന്ന വിവരം ഞാൻ പോലീസിൽ പറഞ്ഞു കൊടുക്കും, പിന്നെ നീ എന്തായാലും തിരിച്ചങ്ങോട്ട് പോകേണ്ടി വരും എന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോൾ ആളുടെ തമാശയായിട്ടാണ് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ബിബുൽച്ചിക്കാരുടെ ഉള്ളിൽ ഇയാളിന് ഇതെങ്ങാനും പറയുമോ എന്നുള്ളൊരു ചിന്ത വരികയാണ്. അപ്പോൾ ഒരു ലൂസ് എൻസും വിടാൻ പാടില്ല എന്നുള്ളൊരു ചിന്തയുള്ള ഒരാളായിരുന്നു ആൾ. അപ്പോൾ ഇയാളെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ താനകത്ത് പോവും. അപ്പോൾ താനകത്ത് പോകാതിരിക്കാനായിട്ട് ഇയാളിത് പറയരുത് എന്നുണ്ടെങ്കിൽ ഇയാളിനി ഉണ്ടാവരുത് എന്നുള്ളൊരു ചിന്തയിലോട്ട് ആളെത്തുകയും, അതുപോലെ തന്നെ ഒരു ദിവസത്തിലെ വൈകുന്നേരം ആളെ ഇതേപോലെ തന്നെ വെള്ളടിക്കാൻ വേണ്ടി ഒരു ഔട്ടർ സൈഡിലോട്ട് ആൾ വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നു. അതിനുശേഷം ആളെ കുടിപ്പിച്ചു, നല്ല രീതിയിൽ പറ്റാക്കിയതിന് ശേഷം അയാളെ കൊലപ്പെടുത്തി അവിടെ കാടിൻ്റെ ഇടയിൽ ഉപേക്ഷിച്ചിട്ട് ഇയാൾ കടന്നു കളയുകയായിരുന്നു. പിന്നെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യല് ഇതുപോലെ തന്നെ വേറൊരു കുട്ടിയെയും റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയതായിട്ടും ഇയാൾ സമ്മതിച്ചതായിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും കേസുകൾ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇയാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജയിലിലുമാണ്. അതായത് 5ഓളം കൊലപാതകങ്ങളാണ് ഇയാൾ ചെയ്തതായിട്ട് പറയുന്നത്. പോലീസുകാർ ഒരു പയ്യൻ്റെ കൊലപാതകത്തിൻ്റെ പിന്നാലെ അന്വേഷിച്ച് പോയപ്പോൾ 5 പേരെ കൊലപ്പെടുത്തിയ ഒരു സീരിയൽ കില്ലറെയാണ് താങ്കൾ അന്വേഷിക്കുന്നത് എന്നുള്ളത് അവർക്ക് ആ സമയത്ത് മനസ്സിലായിട്ടുണ്ടാകില്ല. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും പോലീസുകാർ അയാളെ പിടികൂടുകയും ജയിലിലടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള വിധികളും കാര്യങ്ങളും എന്തൊക്കെയാവും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടതായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.